പത്തനംതിട്ട കുളനടയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു. പുക ഉയരുന്നത് കണ്ട് കാർ യാത്രക്കാർ പുറത്തിറങ്ങിയതിന് അപകടം ഒഴിവായി. കാർ കത്തി നശിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, ഇത്തരത്തിൽ കാറിന് തീ പിടിക്കുന്ന സംഭവങ്ങൾ ഒരു പതിവാവുകയാണ്. എന്താണ് കുളനടയിൽ സംഭവിച്ചത്? വിനീത, കാറിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. ഇവർ ചെങ്ങന്നൂർ ഭാഗത്തു നിന്നും MC റോഡ് വഴി പന്തളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. പന്തളം മാന്തുക എന്ന സ്ഥലത്തെത്തിയപ്പോൾ കാറിന്റെ മുൻവശത്ത് നിന്നും പുക ഉയരുന്നത് കാറിന്റെ ഡ്രൈവർ കണ്ടു. ഒരു സംശയം തോന്നി. പെട്ടെന്ന് തന്നെ റോഡിന്റെ ഇടതുവശം ചേർത്ത് കാർ നിർത്തി. അവർ വളരെ വേഗം തന്നെ കാറിന് പുറത്തേക്കിറങ്ങി നിമിഷങ്ങൾക്കകം കാറിന്റെ ബോണറ്റ് ഭാഗത്ത് തീ പടർന്നു പിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ അടൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. അടൂർ ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തി. ചെങ്ങന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിരുന്നു. പക്ഷേ ഈ കാർ പൂർണ്ണമായും കത്തി നശിച്ചു. കാറിന്റെ മുൻവശത്ത് നിന്നും പുക ഉയരുന്നത് കണ്ട് സംശയം തോന്നി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനാൽ ഈ രണ്ട് കാർ യാത്രികരും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. നമുക്ക് തീ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ഇതൊരു വയലിന് സമീപമാണ് കാർ നിർത്തിയിട്ടത്. അവിടെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് യാത്രക്കാർക്കോ മറ്റു വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കോ ഒന്നും ഒരു അപകടവും ഉണ്ടായില്ല. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി. പക്ഷെ അപ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഒരു ടൊയോട്ട ക്രൂയിസർ കാർ ആണ് കത്തി നശിച്ചത്. ഈ രണ്ട് കാർ യാത്രക്കാരും സുരക്ഷിതരാണ്. വിനീത, ശരി. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.